ലേഖനം. വിഷയം സദാചാരം മരിക്കുന്നു. എന്താണ് സദാചാരം? ഇന്നത്തെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും യുവതലമുറ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് സദാചാരം എന്നത്. സദാചാരം എന്നാൽ നല്ല ആചാരം എന്നാണ് അതിന്റെ അർത്ഥം. പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങൾ ആചരിച്ചു വരുന്ന ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് സദാചാരം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വിപരീതമായി ഇന്നത്തെ തലമുറയിലെ യുവാക്കൾ പെരുമാറുമ്പോൾ അവിടെ ദുരാചാരം പിറവികൊള്ളുന്നു. സദാചാരം നാടിന്റെയും മനുഷ്യന്റെയും സമൂഹത്തിന്റെയും നന്മകളിലേക്ക് നയിക്കുമ്പോൾ ദുരാചാരങ്ങൾ മനുഷ്യനെ ആപത്തിലേക്ക് നയിക്കുന്നു. ധാർമ്മിക തത്വങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് പഴയ തലമുറയിലെ വ്യക്തികൾ. ധാർമ്മികത സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു. സദാചാരം മരിക്കുന്നു എന്നത് വളരെ ശരിയാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്ക് സ്നേഹവും ബഹുമാനവും ഒന്നും മൂത്തവരോടില്ല. മുമ്പത്തെ പെൺകുട്ടികൾ മൂത്തവരെ ബഹുമാനിക്കുന്നവരായിരുന്നു, ഗുരുവിനെയും വന്ദിച്ചിരുന്നു. ഇന്ന് ന്യൂ ജനറേഷൻ പിള്ളേര് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകളും കണ്ടു നിൽക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോകും. പൊതുമദ്യത്തിൽ ചുംബന സമരം നടത്തുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ. മദ്യപാനവും മോശം കൂട്ടുകെട്ടും ഇന്നത്തെ പെൺകുട്ടികളെ നാശത്തിലേക്ക് നയിക്കുന്നു. കാരണവന്മാർ ആലോചിച്ചു കൊണ്ടുവരുന്ന വിവാഹാലോചനയ്ക്ക് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ പ്രതിശ്രുത വരനെ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ വിവാഹത്തിന് സമ്മതം മൂളുന്നവരായിരുന്നു പണ്ടത്തെ പെൺകുട്ടികൾ. എന്നാൽ ഇന്ന് കഥയാകെ മാറിമറിഞ്ഞു. വിവാഹ ബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത പെൺകുട്ടികളാണെന്ന്. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ലിവിംഗ് ടുഗദർ ആണ്. ഒരു ഉടമ്പടിയുമില്ലാതെ ഒരുമിച്ച് ജീവിക്കുക. വിവാഹം കഴിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ ശൈലിയാണ് ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരും കാണാൻ പാടില്ലാത്ത രഹസ്യ ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും മുന്നിലും പ്രദർശിപ്പിക്കാൻ ഉള്ളതാണ് എന്നാണ് ചിലരുടെ ധാരണ. അത് പീഡനങ്ങളിലേക്കും മറ്റും വഴിതെളിക്കുന്നു. പെണ്ണിന്റെ ശരീരം ഒരു പ്രദർശന വസ്തുവല്ല. സ്ത്രീത്വത്തിന് അപമാനം തട്ടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം പാടുള്ളതല്ല. കേരളീയ സ്ത്രീതൻ ഭാവശുദ്ധി എന്ന് വാഴ്ത്തിപ്പാടുന്ന കവികൾ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളെ കാണാതെ പോന്നുവോ? ശരീരത്തിന്റെ ആകൃതിയെ കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിൽ ലൈംഗികത ഉണർത്തുന്നു. അത് സ്ത്രീ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കടൽക്കരയിലോ പാർക്കിലോ ബീച്ചിലോ മറ്റ് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലോ ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് കണ്ടാൽ അപ്പോൾ കാണുന്നവരുടെ മനസ്സിൽ സദാചാരബോധം ഉണരുന്നു. കൂടെയുള്ളത് അച്ഛനാണോ ആങ്ങളയാണോ ബന്ധുവാണോ എന്ന് പോലും ചോദിക്കാതെ സദാചാര ഗുണ്ടകൾ വിളയാടുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വരുന്നു. പെണ്ണിന്റെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം കീറിയാൽ ആ ഓട്ടോയിലൂടെ നഗ്നശരീരം കാണാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന പുരുഷ കേസരികളുമുണ്ട്. എന്നാൽ സ്വന്തം പെങ്ങളെ പോലെ കണ്ട് കീറിയ ഭാഗം മറ്റുള്ളവർ കാണാതെ മറച്ചു പിടിക്കുന്നവർ ആണ് യഥാർത്ഥ പുരുഷൻ. ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നല്ല നാളേക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.